ചിത്രവർണ്ണത്തേര് എന്നൊരു സിനിമ മോഹൻലാൽ അഭിനയിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ആ ഒരു സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്തായാലും ആ സിനിമ സംഭവിച്ചിട്ടില്ല. ഇന്നിപ്പോ എന്റെ കയ്യിലുള്ളത് പഴയ ഒരു വാർത്തയാണ്. 1993 എന്നാണ് എന്റെ ഒരു അറിവ്. ഈ ഒരു വാർത്ത ഇങ്ങനെയാണ്: ചിത്രവർണ്ണത്തേര് അനിൽ തെളിക്കും. സിത്താര കമ്പൈൻസിന് വേണ്ടി രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്യാനിരുന്ന മോഹൻലാൽ പടം അനിൽ സംവിധാനം ചെയ്യുന്നു. ചിത്രവർണ്ണത്തേര് എന്ന് പേരിട്ടിട്ടുള്ള ഈ പടത്തിന്റെ രചന AK സാജൻ നിർവഹിക്കും. സെവൻ ആർട്സ് ആണ് ഈ പടം നിർമ്മിക്കുന്നത്. ദൗത്യം, സൂര്യഗായത്രി തുടങ്ങിയ സിനിമകളാണ് അനിൽ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ അനിൽ എന്ന സംവിധായകൻ എന്ന് പറയുമ്പോൾ രണ്ട് അനിൽമാരുണ്ട് നമുക്ക്. ഒന്ന് അനിൽ ബാബുവിലെ അനിൽ, മറ്റേതൊന്ന് ദൗത്യം അനിൽ. ഈ രണ്ടുപേരുടെയും ഫുൾ നെയിം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എന്തായാലും ദൗത്യം അനിൽ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയായിരുന്നു. ഹരിഹരന്റെ ഐ വി ശശിയുടെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. അടിവേരുകൾ എന്ന ഒരു സിനിമയിലൂടെയാണ് അനിൽ 86 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവുന്നത്. ഞാൻ ഈ അടുത്താണ് അടിവേരുകൾ സിനിമ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടാണ്. ഈ അടുത്ത് ഒന്നുകൂടി ആ ഒരു സിനിമ കണ്ടു. നല്ല ഒരു മേക്കിംഗ് തന്നെയാണ് ആ ഒരു സിനിമ. ടി ദാമോദർ സ്ക്രിപ്റ്റ് ആണ്. അതിൽ മോഹൻലാൽ നായകൻ, മുകേഷ് നല്ലൊരു റോള് മോഹൻലാലിന്റെ കൂടെ, മോഹൻലാലിന്റെ ഫ്രണ്ടായിട്ട് കാർത്തിക, അതുപോലെ തന്നെ സുരേഷ് ഗോപി ഒരു നെഗറ്റീവ് റോളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് ഗംഭീര റോളാണ്. അന്ന് എനിക്കൊന്നൊരു കൊല്ലത്ത് ഏതോ ഒരു കാട്ടിലൊക്കെയാണ് അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ആനേനെയൊക്കെ കൊണ്ടുവന്നിട്ട് ആനേനെ വെച്ച മോഹൻലാലും ഒരു ആനയായിട്ടുള്ള ഒരു ബോണ്ടിങ്ങും. ഞാൻ എന്റെ കഥയിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അനിൽ എന്ന സംവിധായകൻ അതിൽ രജിസ്റ്റർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. തരക്കേടില്ലാതെ ഓടിയ ഒരു സിനിമയായിരുന്നു അടിവേരുകൾ. അടിവേരുകൾ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്തതാണ് ദൗത്യം. 88, 89 ആ കാലഘട്ടത്തിലെ സിനിമ. അതൊരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു മേക്കിംഗ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ആ സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും എറണാകുളത്ത് എവിടെ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയും ദൗത്യം. ദൗത്യം കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത സൂര്യഗായത്രി വളരെ കാലിക പ്രസക്തമുള്ള ഒരു കഥ തന്നെയായിരുന്നു. റാഗിങ് നമുക്കറിയാം, അമൃതഗമയൊക്കെ ഉണ്ട്. പക്ഷെ സൂര്യഗായത്രി സിനിമ എല്ലാവർക്കും അറിയാം, വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്. അതിഗംഭീരമായിട്ടുള്ള പാട്ടുകളുണ്ട്. പക്ഷെ സൂര്യഗായത്രി ഫ്ലോപ്പ് ആയിരുന്നു. അന്ന് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. പക്ഷെ അന്നേ പലവരും പറഞ്ഞിരുന്നു ആ സിനിമ ട്രാജഡിയാണ്, സെന്റിയാണ്, സിനിമ ഫ്ലോപ്പാണ്. ഇങ്ങനെയൊക്കെ കുറെ ചർച്ചയൊക്കെ അന്നത്തെ മാഗസീൻസിലൊക്കെ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ ഇതിൽ വാർത്ത എന്ന് പറഞ്ഞ ചിത്രവർണ്ണത്തേര് എന്നൊരു സിനിമ AK സാജനൊക്കെ തുടക്കകാലത്തെ സമയമാണ്. AK സാജനൊക്കെ ഒരുപാട് സിനിമകൾ സാജൻ അന്ന്, പ്രത്യേകിച്ച് കോമഡി സിനിമകൾ. എനിക്ക് AK സാജന്റെ ആ സമയത്ത് ബട്ടർഫ്ലൈസ് പോലത്തെ, അല്ലെങ്കിൽ മിന്നാമിനിങ്ങിന് മിന്നും കെട്ട് പോലത്തെയൊക്കെയുള്ള, മീനത്തിൽ താലികെട്ട്, ഇതൊക്കെ AK സാജൻ, AK സന്തോഷ് അദ്ദേഹത്തിന്റെ ബ്രദർ ഇവർ ഒരുമിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ ഇതിൽ പറഞ്ഞിരിക്കുന്നത് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്യാനിരുന്നതാണ്. അതാണ് അനിൽ ഡയറക്ട് ചെയ്യുന്നു, AK സാജൻ എഴുതുന്നത്, സിത്താര കമ്പൈൻസ് പ്രൊഡക്ഷൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഈ സിനിമ സംഭവിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ആ ഒരു സിനിമയായിരിക്കാം ഇത്. കാരണം ബട്ടർഫ്ലൈസ് AK സാജന്റെ സ്ക്രിപ്റ്റ് ആണ്. അത് രാജീവ് അഞ്ചലാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അത് പക്ഷെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മേനക സുരേഷ് കുമാറാണ്. അന്ന് ബട്ടർഫ്ലൈസ് സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തുടക്കം നിങ്ങൾ കണ്ടിട്ട് ഒരു റേസും കാര്യങ്ങളൊക്കെയാണ്. മോഹൻലാൽ ഒരു ഇൻട്രോ, ഒരു ടൈറ്റിൽ സോങ്ങിലൂടെയൊക്കെയാണ്. അത് ശരിക്കും ഓസ്ട്രേലിയ എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അന്ന് ഒരു സീക്വൻസ് ആണ്. ആ സിനിമ ഡ്രോപ്പ് ആയപ്പോഴാണ് ആ സീക്വൻസുകൾ ബട്ടർഫ്ലൈസിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഈ ചിത്രവർണ്ണത്തേഴ് എന്ന് പറയുന്ന ഒരു സിനിമയാണോ ബട്ടർഫ്ലൈസ് ആയി മാറിയത്, അതോ ചിത്രവർണ്ണത്തേഴ് നടക്കാതെ പോയ ഒരു കഥയാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയുമെങ്കിൽ പറയണം. കാരണം രാജീവ് അഞ്ചൽ എന്ന ഡയറക്ടർ ബട്ടർഫ്ലൈസ് കഴിഞ്ഞിട്ടാണെങ്കിൽ അദ്ദേഹം മാറി അനിലിന്റെ ഡേറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അനിൽ അപ്പോൾ സൂര്യഗായത്രി ഫ്ലോപ്പ് ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും സൂര്യഗായത്രി കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം മോഹൻലാലിനെ വെച്ചിട്ട് അനിൽ സിനിമ ചെയ്തിട്ടില്ല. സുരേഷ് ഗോപിനെ വെച്ചിട്ട് ഗംഗോത്രിയോ ആ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോ അദ്ദേഹം സിനിമകൾ കുറെ ആയി. കാരണം അദ്ദേഹത്തിന്റെ പഴയ സിനിമകളെ കുറിച്ചുള്ളൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ചിത്രവർണ്ണത്തേഴ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ കുറിച്ച്, അന്നത്തെ ഇതിന്റെ വാർത്തകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ ഈ പറഞ്ഞ അനിൽ എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച്, ഞാൻ ഈ പറഞ്ഞ അടിവേരുകളും ദൗത്യം, സൂര്യഗായത്രി, അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.